കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ വഴിയോരത്ത് വ്യാപാരം ചെയ്തിരുന്ന കച്ചവടക്കാരെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതർ അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വാക്കുതർക്കം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ബലമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ മുന്നറിയിപ്പൊന്നും നൽകിയിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവർ പ്രധാനമായും പറയുന്നത്. എന്തായാലും കച്ചവടക്കാർ സങ്കടപൂർവ്വം ഇത് എടുത്തു മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ മാർക്കറ്റ് പരിസരത്തെ മുഴുവൻ ഈ വഴിയോര കച്ചവടക്കാരെയുമാണ് ഇപ്പോൾ ഒഴിപ്പിക്കുന്നത്. ഫുട്പാത്തും റോഡും കയ്യേറി കച്ചവടം ചെയ്യുന്നവരെയാണ് ഇപ്പോൾ പ്രധാനമായും. എല്ലാം പ്ലാസ്റ്റിക് അല്ലേ? എന്താ പ്ലാസ്റ്റിക് അല്ലാത്ത ഇവിടെ? എന്താ പ്ലാസ്റ്റിക് അല്ലാത്തുള്ള? എന്താ പ്ലാസ്റ്റിക് അല്ലാത്ത? എല്ലാം പ്ലാസ്റ്റിക് തന്നെ. എന്തൊരു സാധനം നിങ്ങൾ ബേക്കറി പോയി പരിശോധിച്ചാ, മറ്റുള്ള ഷോപ്പുകൾ പരിശോധിച്ചു, പ്ലാസ്റ്റിക് ഇപ്പം എടുത്തിട്ട് പോയില്ലേ? അവര് മൊത്തത്തിൽ ഇവിടെ ലോഡ് കണക്കിന് സാധനം വരുന്നുണ്ട്. കണ്ണൂട്ടാണല്ലോ മൊത്തത്തിൽ, കേരളത്തിൽ മൊത്തത്തിൽ. അപ്പൊ അതെല്ലാം പിടിക്കപ്പെട്ടിട്ട് അന്റെ അടുത്ത് 500 ഗ്രാം എന്റെ കേസ് എടുക്കുന്ന പറയുമ്പോൾ ഞാൻ എന്തെയ്യല്? പിന്നെന്താ പ്രശ്നം? അതെ, പ്ലാസ്റ്റിക് കൊടുത്ത് ഫുൾപാത്ത് മാറ്റിയില്ലേ? ഫുൾപാത്ത് മാറ്റി. ഇനിയിപ്പോ നിങ്ങൾ കുടിക്കാൻ ചിലക്ക് മാറ്റാണ്ട് കയ്യിലല്ല. എന്താ ചെയ്യാ? വഴിയൊന്നും ആർക്കും ഇതുവരെ തടസ്സം ഉണ്ടായില്ല. ഇനിയിപ്പോ ഇപ്പോഴത്തെ പുതിയ ഭരണാധികാരികൾക്ക് ഇത് പ്രശ്നം വന്നതിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റാ? ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞമ്മ 10-15 വർഷം ഇവിടെ കച്ചവടം ചെയ്തു. ഇല്ല, നേരത്തെ ഒന്നും പറഞ്ഞില്ല. മുൻകൂട്ടി ഓരോ ഓർഡറും ഇല്ല. പിന്നെ പോലീസുകാരിലും വന്ന അധികാരികൾ പറയും പിന്നെ എന്ത് ചെയ്യല്? അവരെ വീറ്റോ പവർ കാണിക്കുന്നുണ്ടല്ലോ, അവരെ യൂണിഫോമിന്റെ വീറ്റോ പവർ കാണിക്കുന്നുണ്ട്. അതാണ്. അല്ല, എന്റെ പേര് പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങളിപ്പോ ലൈവായിട്ടല്ല അറിയുന്നുണ്ടല്ലോ. അതാണ്, ഇനി പേര് വെച്ചിട്ട് അതിൽ പ്രസിദ്ധിയില്ല. ഇതിപ്പോ കൊണ്ടുപോയി കളയണം. വേറെന്ത് ചെയ്യാ? ഇത് പഴയല്ലേ? ഇതിപ്പം വിൽക്കാൻ കഴിയാതെ പിന്നെ എന്ത് ചെയ്യല്? ഇത് മുൻകൂട്ടി ഓർഡർ ചെയ്യുക. അങ്ങനെ ഒന്നും പാടില്ല. പച്ചക്കറി പാടില്ല, ഫ്രൂട്ട്സ് പാടില്ല, ഒന്നും വയ്യൊരു കച്ചവടം ഒന്നും പാടില്ല. ഇങ്ങ മൊത്തത്തിൽ ക്ലിയർ ചെയ്യ്. ഇങ്ങ ഒരു ചില്ലറ ഈ 1000 രൂപ കച്ചവടം ചെയ്യാൻ പിടിച്ചിട്ട് ഇങ്ങ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്ന ഞമ്മ എന്ത് ചെയ്യല്? നമ്മൾ പോണ്ടേ? എന്തായാലും കച്ചവടക്കാരിപ്പോൾ സാധനങ്ങൾ ഉൾപ്പെടെ മാറ്റുകയാണ്. എന്തായാലും ഇവർക്ക് നേരത്തെ മുൻകൂട്ടി കോർപ്പറേഷനോ അതിന്റെ ബന്ധപ്പെട്ട അധികാരികളോ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശവും നൽകിയിരുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായി പറയുന്നത്. ഈ ഫുട്പാത്ത് ഉൾപ്പെടെ കയ്യേറി കച്ചവടം ചെയ്തിരുന്നവരെയാണ് ഇപ്പോൾ അധികൃതർ ഇടപെട്ടിപ്പോൾ ഒഴിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഈ സാധനങ്ങൾ മുഴുവൻ തന്നെ ഇവിടെ നിന്ന് എടുത്തു മാറ്റണമെന്നൊരാവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ കച്ചവടക്കാരെല്ലാം ഈ ഇന്നത്തെ കച്ചവടം അവസാനിപ്പിച്ച് ഈ സാധനങ്ങൾ ഉൾപ്പെടെ മാറ്റുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും കച്ചവടക്കാർ അതീവ രോഷത്തിലാണുള്ളത്. 10-15 വർഷമായി ഇത്തരത്തിൽ കച്ചവടം ചെയ്യുന്ന ഒരിടം ആണ്. അവിടെ നിന്ന് പെട്ടെന്ന് മാറിക്കൊടുക്കാൻ പറയുന്നത് അത് തങ്ങളുടെ ജീവിതത്തെ ആകെ മൊത്തം ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക കൂടിയാണ് ഇവർ വളരെ ദയനീയതയോടുകൂടി പറയുന്നത്. പകരം സംവിധാനമാക്കാനുള്ള ഒരു നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ വരികയും ഇത്തരത്തിൽ എടുത്തു മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. പഴം, പച്ചക്കറി പോലെയുള്ള സാധനങ്ങൾ ഇത്തരത്തിൽ പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭീമമായ നഷ്ടം തന്നെ സംഭവിക്കും. അതുകൊണ്ട് സാവകാശം വേണമെന്നൊരു കാര്യം കൂടി അവർ പ്രധാനമായും പറയുന്നുണ്ട്. എന്തായാലും നമ്മള് സംസാരിക്കാൻ ബാധ്യസ്ഥരല്ല. എന്തായാലും ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് തയ്യാറല്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറഞ്ഞത്. എന്തായാലും കച്ചവടക്കാരെ ഉൾപ്പെടെ ഒഴിപ്പിക്കുന്ന തരത്തിലേക്ക് അവരുടെ കച്ചവടം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും കർശനമായ പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗത്തിന്റെയും അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമങ്ങൾ കർശനമായി തന്നെ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണിവർ.